ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സുവിശേഷ വായനയെക്കുറിച്ചും സുവിശേഷ വായനയ്ക്ക് ശേഷമുള്ള സുവിശേഷ വ്യാഖ്യാനത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ സുവിശേഷ വ്യാഖ്യാനത്തിന് ശേഷം എന്താണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്? കാറോസോസ അല്ലേ? നമ്മളെല്ലാവരും ശുശ്രൂഷ പറയുന്നു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്. അപ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചൊല്ലുകയാണ്. കാറോസോസ എന്ന സുറിയാനി പദത്തിന്റെ മലയാള അർത്ഥം എന്താണ്? പ്രഘോഷണം. പ്രഘോഷണം എന്നാണ് കാറസോസ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം. എന്താണ് ഇവിടെ നമ്മൾ പ്രഘോഷിക്കുന്നത്? നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ സുവിശേഷ വായനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു വായനയിലൂടെയും നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ദൈവം ആരാണ്, ദൈവത്തിന്റെ വചനം എന്താണ് എന്ന കാര്യങ്ങളാണ് ഈ 4 വായനകളിലൂടെ നമ്മൾ കാണുകയും ഈ തുർഗാമകളിലൂടെ, അതായത് വ്യാഖ്യാന ഗീതങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ആ വചനത്തിലൂടെ വെളിവാക്കപ്പെട്ട ദൈവത്തെ പ്രഘോഷിക്കുകയാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിന് ശേഷം നമ്മൾ പ്രഘോഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാറോസോസായിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ കാണുന്നുണ്ട് ഈ കാറസോസയിൽ 2 ഭാഗങ്ങളുണ്ട് അല്ലേ? നമ്മുടെ പരിശുദ്ധ കുർബാന പുസ്തകം തുറന്നു നോക്കിയാൽ കാറസോസ 1, കാറസോസ 2 എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്തിന്റെ മറുപടി എന്താണ്? കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ, അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതാണ് 1-ാം ഭാഗം. 2-ാമത്തെ ഭാഗം എന്താണ്? കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം കാറസോസങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 1-ാമത്തെ ഭാഗത്ത് നമ്മൾ എന്താണ് നമ്മൾ പ്രഘോഷിക്കുന്നത്? നമ്മൾ ഈ പഴയ നിയമ വായനയിലൂടെയും ലേഖന വായനയിലൂടെയും സുവിശേഷ വായനയിലൂടെയും സ്വയം വെളിപ്പെടുത്തിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തെയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ അവിടെ പ്രഘോഷിക്കുന്നത്. നമ്മളെ ഈ ത്രിത്വേക ദൈവം നമ്മളെ നിരന്തരം പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ത്രിത്വേക ദൈവത്തെയാണ് നമ്മൾ ഈ കാറസൂസായിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ് ഈ പരിപാലനയിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം, അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് നമുക്ക് പരിപാലനം നൽകുന്നതെന്നും കൂടെ നമ്മൾ അവിടെ അനുസ്മരിക്കുന്നുണ്ട്. ആദ്യം എന്താണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്? എല്ലാ സഭകളുടെ വളർച്ചയ്ക്കും സുസ്ഥിതിക്കും വേണ്ടി നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? ഈ ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. നല്ല കാലാവസ്ഥയും ഐശ്വര്യവും എല്ലാ കാരുണ്യവും തരുന്ന ദൈവകാരുണ്യത്തെ നമ്മൾ അവിടെ പ്രഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും സഭാ അധികാരികൾക്ക് വേണ്ടിയും രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടിയും ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടിയും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. കത്തോലിക്ക സഭയിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ഈ ലോകത്തിലുള്ള സകലർക്കും, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്ന വിശാലമായ ഹൃദയമാണ് സഭയാകുന്ന അമ്മയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ അല്ലെ? എളിമയുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവകാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എളിമയോടുകൂടെ മാത്രമേ നമുക്ക് അവിടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കാരുണ്യം മാത്രമാണ്. ആ കാരുണ്യമാണ് ഈ കാറസൂസായിലൂടെ, 1-ാമത്തെ കാറസൂസായിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാലത്തിനനുസരിച്ചുള്ള ഈ കാറസൂസായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് കാലത്തിന്റെ ചൈതന്യം ഈ കാറസൂസകൾ വിളിച്ചോതുകയും അതേസമയം ഈ കാര്യങ്ങളെല്ലാം, അതായത് ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ് ഈ കാലത്തിൽ മാറി മാറി വരുന്ന കാറസൂസകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി 2-ാമത്തെ ഭാഗം കാറസൂസ 2, അവിടെ നമ്മൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കാറസോസ 1 നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ, അതായത് സഭാധികാരികൾക്കും നല്ല കാലാവസ്ഥയും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചതെങ്കിൽ, ആത്മീയ നന്മകൾക്ക് വേണ്ടിയാണ് നമ്മൾ 2-ാമത്തെ കാറസോസായി പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയൊക്കെയാണ്? സമാധാനം, ദൈവത്തിന്റെ സമാധാനം, കരുണ,
സ്നേഹം, ഐക്യം, പാപമില്ലാതെ ജീവിക്കുക, ദൈവപ്രസാദത്തിൽ ജീവിക്കുക, ശാശ്വതമായ കൃപ, പരിശുദ്ധ ത്രിത്വത്തിലുള്ള ജീവിതം, ഇവയൊക്കെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ കാർസോസായിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്. പക്ഷേ നമ്മളൊരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ദേവാലയങ്ങളിലും ഇടവക ദേവാലയങ്ങളിലുമൊക്കെ ഈ രണ്ടാമത്തെ കാർസോസ നമ്മളങ്ങ് വിട്ടുകളയുന്നത്, വെട്ടിച്ചുരുക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രവണത തന്നെയാണ്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ സ്വയം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മൾ പരീക്ഷ ജയിക്കാനും നമ്മുടെ അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. ഒരിക്കലും നമ്മൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ, അല്ലെങ്കിൽ നിന്റെ കൃപ, പാപമില്ലാതെ ജീവിക്കാൻ കൃപ തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ വിരളമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് തന്നെ നമ്മൾ പരിശുദ്ധ കുർബാനയിലും കാണിക്കുവാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വെട്ടിച്ചുരുക്കുക ചെയ്യുന്നത്. പക്ഷേ ആ പ്രവണതയൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ഇല്ലാതാക്കണമെന്ന് ഇത് നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഈ സമയത്ത് ഈ കാർസോസ കാർസോസ ചെല്ലുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഈ മധുബഹായുടെ ബേസ് കുതിശായുടെ വിരി അടയ്ക്കുകയും കാർമികനകത്തു പോയി തിരുശരീര രക്തങ്ങൾ അപ്പവും വീഞ്ഞും ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കാർസോസയുടെ സമയത്ത്, അല്ലെങ്കിൽ കാർമികൻ അപ്പവും വീഞ്ഞും ഒരുക്കുന്ന സമയത്ത് ഈ വിരി അടച്ചിടുന്നത്? അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അഗ്രാഹ്യനായിട്ട്, മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണ് ദൈവം. കാരണം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അതീതനാണ് ദൈവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു രഹസ്യമാണ്. ദൈവിക കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. അത് മറച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണെന്നുള്ള ഒരു ചിന്തയാണത്. രഹസ്യമാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യമാണ് ദൈവം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ അവിടെ മറച്ചിടുന്നത് ഈ രഹസ്യാത്മകത, ദൈവത്തിൻ്റെ അപരിമേയത്വം, ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതനാണെന്നുള്ള ഒരു സത്യമാണ് ഈ വിരി അടച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ അനുസ്മരിക്കുന്നത്. ആ സമയത്ത് എന്താണ് കാർമികൻ ചെയ്യുന്നത്? ഈ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ദിവ്യ രഹസ്യങ്ങൾ, അല്ലെ, ദിവ്യദാനങ്ങൾ, അപ്പവും വീഞ്ഞും അവിടെ ഒരുക്കുകയാണ്. അപ്പവും വീഞ്ഞും വെള്ളവും കൂടെ കലർത്തി അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ അപ്പം അവിടെ ആശീർവദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെയാണ് നടക്കുന്നത്. അതിനുശേഷം കാർമികൻ തിരിച്ച് ബേമായിൽ വന്ന് ഗാഗുൽത്തായിൽ വന്ന് നിൽക്കുന്നു. അവിടെ കാർസോസ കഴിയുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കാർമികൻ എങ്ങനെയാണ് നിൽക്കുന്നത്? കൈകൾ വിരിച്ച്, അല്ലേ, മധുബഹായിലേക്ക് നോക്കി കൈകൾ വിരിച്ചാണ് അവിടെ കാർമികൻ നിൽക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഒക്കെ പറയുന്നുണ്ട്, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയൊക്കെ പറയുന്നുണ്ട്, കൈകൾ വിരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഈശോയുടെ കുരിശിൻ്റെ അടയാളമാണ്. ഈ പ്രകൃതിയിൽ കുരിശിൻ്റെ അടയാളം കണ്ട, സ്ലീവയുടെ അടയാളം കണ്ട പിതാക്കന്മാരാണ് സുറിയാനി പിതാക്കന്മാർ. മാർ അപ്രയമൊക്കെ ഒരു പക്ഷി ചിറക് വിരിച്ച് പറക്കുന്നത് കാണുമ്പോൾ അവിടെ സ്ലീവായെ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ആത്മീയത ഉണ്ടായിരുന്ന മനുഷ്യരാണ് നമ്മുടെ സുറിയാനി പിതാക്കന്മാർ. അപ്പം കാർമികൻ ഇങ്ങനെ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവുമാണ് നമ്മൾ അവിടെ അനുസ്മരിക്കുന്നത്. എന്താണ് കാർമികൻ അവിടെ പ്രാർത്ഥിക്കുന്നത്? കാർമികൻ പ്രാർത്ഥിക്കുകയാണ്, ഇനിയും പരിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അപ്പത്തിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ദിവ്യ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാനുള്ള അനുഗ്രഹം തരണമേ എന്നാണ് കാർമികൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ കാർമികൻ ദൈവജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും പാപങ്ങളുടെ പുറത്തേക്കും കടങ്ങളുടെ മോചനത്തിനും ഈ കാരണമാകട്ടെ. ഈ ദൈവജനത്തിന് കടങ്ങളുടെ പുറത്തെയും പാപങ്ങളുടെ മോചനം ഉണ്ടാകട്ടെ എന്നാണ് കാർമികൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിക്കുകയാണ്. അതായത് വചനത്തിൻ്റെ ഭാഗം അവസാനിക്കുകയാണ്. അതുകൊണ്ട് അതായത് വിശുദ്ധ കുർബാനയുടെ പകുതി ഭാഗം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥവും അവിടെ ഉണ്ടായിരിക്കുന്ന അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും ഒക്കെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയാൽ എത്ര മനോഹരമായിട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.